ഈ 30 ദിവസത്തേക്ക് വരാൻ പോകുന്നത് ചോദ്യ നക്ഷത്രക്കാർക്ക് വാഹനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും വാഹനങ്ങളെ കൊണ്ട് നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 8-9 എപ്പിസോഡുണ്ട് എനിക്കെതിരെയുള്ള. ഞാൻ കോടതിയിലാണ്, ഞാൻ ഹൈക്കോടതിയിലും കീഴ്ക്കോടതിയിലും ഒക്കെ കേസ് ബാധിക്കുകയാണ്. നമസ്കാരം. കാന്തല്ലൂരിലെ നാഗങ്ങളെക്കുറിച്ച് ഓർത്ത് ഞാനിങ്ങനെ ഭയപ്പെട്ടിരിക്കുമായിരുന്നു. അവിടെ വളനാഗങ്ങൾ എന്ന് പറയുന്ന നാഗങ്ങളുണ്ടാകുന്നു. അതിൻ്റെ പുറത്തല്ല ഇങ്ങനെ വള കൊണ്ടുള്ള നാഗങ്ങളാണ്, അടയാളങ്ങളാണ്. വളരെ അത്ഭുതമാണത്. അത് വളയൂരുന്ന സമയം മാത്രമേ കാണുകയുള്ളൂ എന്നാണ് മനുഷ്യൻ്റെ ജീവിതം. അത് കൊത്തിക്കഴിഞ്ഞാൽ എന്തായാലും കാന്തല്ലൂർ ആശ്രമത്തിൽ അത് നിരവധി ഉണ്ട് എന്ന് ഇന്നും വിളിച്ചു പറഞ്ഞു. ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ആകെ പറ്റുന്നത് അവിടെ ഞാനിപ്പോൾ ഘോരനാഗ സർപ്പപൂജ വെച്ചിട്ടുണ്ട്. ഘോരനാഗ രോഗദോഷ ശാന്തി പൂജ, നാഗങ്ങളെ ഉണ്ടാകുന്ന ശാന്തി പൂജ, നാഗങ്ങളെ ഉണ്ടാകുന്ന ദോഷങ്ങൾക്കുള്ള ശാന്തി പൂജ ഒരു പ്രത്യേകതരം താന്ത്രിക കർമ്മമാണ് ഈ സർപ്പത്തിനായിട്ട് ഉള്ളത്. എന്തായാലും അത് ചെയ്ത് നമുക്ക് പരിഹാരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാൻ സാധിക്കുമോ എന്ന് നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കുകയാണ്. എന്തായാലും അത് ചെയ്യണം. അപ്പോൾ ഇന്നൊരാൾ എന്നോട് ചോദിച്ചു, രാവിലെ വിളിച്ച്, സ്വാമിക്ക് മരണഭീതി ഉണ്ടോ എന്ന്. ഞാൻ പറഞ്ഞു, എന്തിനു നമ്മൾ ഭയക്കണം? ജനിച്ചാൽ നമ്മൾ മരിച്ചേ പറ്റൂ അല്ലേ? അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. അവതാര പുരുഷന്മാരായിട്ടാണെങ്കിൽ പോലും മൃത്യു എന്ന് പറയുന്ന ശാശ്വതമായ സത്യത്തിന് നമ്മൾ കീഴടങ്ങിയേ പറ്റൂ. അത് പണ്ഡിതനും പാമരനും ഒക്കെ ഒരുപോലാണ്. അതുണ്ടായേ പറ്റൂ, സംഭവിക്കും. മരണമെന്ന് പറയുന്നത് നീ സംഭവിച്ചിരിക്കും. നിനക്ക് ധനമുണ്ടാകാം, നിനക്ക് നീ കോടീശ്വരനാകാം, നിനക്ക് ഇല്ലാത്ത പ്രതാപങ്ങളെല്ലാം ഉണ്ടാകാം, പ്രശസ്തിയും കീർത്തിയും ധനവും സമ്പത്തും എല്ലാം ഉണ്ടാകാം. പക്ഷേ നീ മരണമെന്ന് പറയുന്ന യാഥാർത്ഥ്യത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങിയേ പറ്റൂ. കാരണം മനുഷ്യ, നീ മണ്ണാകുന്നു, നീ ആരുടെയും മണ്ണിൽ അല്ലേ, പഞ്ചഭൂതങ്ങളിൽ ലയിച്ചേ പറ്റൂ, മണ്ണിൽ ലയിച്ചേ പറ്റൂ എന്നുള്ള അല്ലേ, അങ്ങനെയുള്ള ഒരു സത്യം നമ്മളെപ്പോഴും തിരിച്ചറിയുന്ന വളരെ നല്ലതാണ്. നമ്മൾ അഹങ്കരിക്കും, നമ്മളാണ് എല്ലാം, ഞാനാണെല്ലാം, എനിക്കപ്പുറത്തേക്കൊരു ലോകമില്ല, എല്ലാം ഞാൻ നേടിക്കഴിഞ്ഞു, എൻ്റെ കയ്യിൽ കുറേ കോടിക്കണക്കിന് ധനമുണ്ട്, അതുകൊണ്ട് ഞാൻ എല്ലാം നേടിക്കഴിഞ്ഞു, എൻ്റെ ഒരു യൂട്യൂബ് ചാനലുണ്ട്, അതുകൊണ്ട് എനിക്ക് ആരെ എന്തും പറയാം എന്നൊക്കെ നമ്മൾ വിചാരിച്ചാൽ ഇതെല്ലാം തന്നെ യൂട്യൂബ് ചാനലിൽ നമ്മൾ പറയുവാണെങ്കിൽ ഒരാളെക്കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ ആ യൂട്യൂബ് ചാനലിനെ നേരിട്ട് കയറി ഒരാളെ കുറ്റവാളിയാക്കാൻ പറ്റില്ല. ഒരാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് കുറ്റം ആരോപിക്കപ്പെടുന്ന ആൾ പോലീസ് സ്റ്റേഷനിൽ നിന്ന് FIR ഇടണം. എന്താണ്, ഇദ്ദേഹം കുറ്റവാളിയാണ്, ഇദ്ദേഹം കുറ്റവാളിയുടെ നിയമത്തിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്, അങ്ങനെ ബോധ്യപ്പെട്ടിട്ടുള്ള ആളാണ്, അദ്ദേഹത്തിന് ഇദ്ദേഹം ചെയ്ത കുറ്റമനുസരിച്ച് ഇന്ന വകുപ്പുകൾ അനുസരിച്ച് ഇദ്ദേഹം ക്രിമിനൽ കേസിലെ പ്രതിയാണ് എന്ന് ഏത് പോലീസ് സ്റ്റേഷൻ അതിർത്തിയാണോ ആ അതിർത്തിയിൽ കേസ് രേഖപ്പെടുത്തിയാൽ മാത്രമേ അയാൾ കോടതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അയാളുടെ മുഖം പോലും കാണിക്കാതെ ഇന്ന പോലീസ് സ്റ്റേഷനിൽ ഇങ്ങനെ ഒരു കേസ് വന്നിട്ടുണ്ട്, ഇങ്ങനൊരു കുറ്റം ആരോപിക്കപ്പെട്ടിട്ടുണ്ട്, അത് പോലീസിൻ്റെ പ്രഥമ അന്വേഷണത്തിൽ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അനുസരിച്ച് അയാൾ കുറ്റവാളിയാണെന്ന് പോലീസിന് ബോധ്യപ്പെട്ടുള്ളത് കൊണ്ട് ഇന്ന വകുപ്പുകൾ അനുസരിച്ച് അയാളെ കുറ്റവാളിയാക്കി പോലീസ് സ്റ്റേഷനിലെ കോടതിയിലേക്ക് ആ ഫയൽ കൊടുക്കുകയാണ് അല്ലേ. അപ്പോഴാണ് പിന്നെ ആ കുറ്റവാളിക്ക് വേണ്ടി കോടതികളുണ്ടാകുന്ന വക്കീലന്മാരുണ്ടാകുന്നത്, കുറ്റം ആരോപിക്കുന്നവർക്ക് വേണ്ടി ആളുണ്ടാകുന്നത്. അങ്ങനെയാണ്. അല്ലാതെ ഒരു യൂട്യൂബ് ചാനലുണ്ട് എന്ന് വിചാരിച്ച് ഒരാളെക്കുറിച്ച് അപഖ്യാതികൾ പറഞ്ഞു പരത്തി യൂട്യൂബിലൂടെ പുറത്തു പറഞ്ഞാൽ അത് ഞാനാണെങ്കിലും ശരി തന്നെ, യൂട്യൂബർമാരാണെങ്കിലും ശരി തന്നെ, ഇല്ലാത്ത കഥകളുണ്ടാക്കി പറഞ്ഞാൽ അങ്ങനെ പറയുന്നവർക്ക് നിയമപരമായിട്ടുള്ള വകുപ്പുകളിലൂടെ അവർ കോടതിയിലെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ള കാര്യത്തിന് സംശയമില്ല. ഇപ്പോൾ എന്നെ തന്നെ എൻ്റെ ഒരു യൂട്യൂബ് ചാനലുകാർ 8-9 എപ്പിസോഡുണ്ട് എനിക്കെതിരെയുള്ള. ഞാൻ കോടതിയിലാണ്, ഞാൻ ഹൈക്കോടതിയിലും കീഴ്ക്കോടതിയിലും ഒക്കെ കേസ് ബാധിക്കുകയാണ്. അപ്പോൾ അവർ മറ്റൊരാളുടെ വാക്ക് കേട്ട് ചെയ്തതാണെന്ന് അവർ പറയുന്നുണ്ട്. അവരെന്നെ ബന്ധപ്പെട്ടിരുന്നു, ആ കേസ് എങ്ങനെയെങ്കിലും ഒത്തുതീർപ്പാക്കണം, നമുക്കറിയില്ലായിരുന്നു, അത് ഇങ്ങനെ മറ്റൊരാളെക്കുറിച്ച് എന്നോട് പറഞ്ഞു, അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്തായാലും കേസ് കോടതിയിലല്ലേ. അപ്പോൾ ആരെക്കുറിച്ചും എന്തും പറയാം, എന്തും പ്രചരിപ്പിക്കാമെന്നുണ്ടെങ്കിൽ അത് അപമാനവും അപഖ്യാതിയുമാണെന്നുണ്ടെങ്കിൽ അതിനിവിടെ നിയമപരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മളിവിടെ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും അത് ഒരാൾക്ക് വേദനാജനകമാണെങ്കിൽ, വ്യക്തിപരമായി ഒരാളെ പറയുന്നതാണെങ്കിൽ അയാൾക്ക് നിയമപരമായി ചെയ്യാം, നിയമപരമായിട്ട് അയാൾക്ക് മൂവ് ചെയ്യാം, നിയമപരമായിട്ട് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളുണ്ട്. ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്, വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെൻ്റെ വേദനയായിട്ട് ഞാൻ പറഞ്ഞതാണെങ്കിൽ കൂടി അവർക്ക് നിയമപരമായിട്ടുള്ള കാര്യങ്ങളിൽ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതങ്ങനെയാണ്. അല്ലാതെ അതൊരു പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത്, ആ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്ത് എനിക്കെതിരെ ഒരു അപഖ്യാതിപരമായിട്ടുള്ള വാർത്ത ഒരാൾ ചെയ്തിട്ടുണ്ട്,
ആ വാർത്ത എനിക്ക് അപകീർത്തി ഉണ്ടാക്കുന്നതാണ്, ഇതിന് നിയമപരമായ നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്താൽ, അത് സൈബർ സെല്ലുണ്ട്, ആ സൈബർ സെല്ലിൽ പരാതി കൊടുത്താൽ അവർ അതിന് വേണ്ട നടപടികൾ എടുത്ത് അത് കോടതിയിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളത് ആ പറയുന്ന ഇപ്പോൾ DNA ചാനലാണെങ്കിൽ പോലും, മറുനാടൻ മലയാളിയാണെങ്കിലും ഏത് ചാനലാണെങ്കിൽ പോലും അത് പോലീസിൻ്റെ റിപ്പോർട്ടല്ലാതെ കൊടുക്കുന്ന വാർത്തകൾക്ക് വലിയ നിയമപരമായിട്ടുള്ള ദോഷങ്ങളുണ്ടാകും. അതങ്ങനെയാണ്. അപ്പോൾ ഞാനിത് പറയാനുള്ള ഒരു പ്രധാന കാരണം, ഇന്നൊരാൾ എന്നെ വിളിച്ചു ചോദിച്ചു, സ്വാമി ഇങ്ങനെ പലരെക്കുറിച്ചും പറയുന്നുണ്ടല്ലോ. ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അനുഭവങ്ങളല്ലേ പറയുന്നത്, ഒരാളെ ദോഷകരമായി ബാധിക്കുന്ന ഒരു കാര്യവും ഞാൻ പറയാറില്ലല്ലോ. എൻ്റെ മുമ്പിൽ വരുന്ന അനുഭവങ്ങൾ, നമ്മുടെ ശാസ്ത്രം പുരോഗമിച്ച് ഏറ്റവും വളർന്ന് വലുതായി നിൽക്കുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ, നമ്മളൊരാളെക്കുറിച്ച് പരദൂഷണമല്ല പറയുന്നത്, ഒരാളെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങളല്ല പറയുന്നത്, പക്ഷേ നമുക്ക് ചുറ്റും നാഗങ്ങളെക്കുറിച്ച് പറയാം, വിശ്വാസം, മനുഷ്യ മരണാനന്തര ശേഷമുള്ളതിനെക്കുറിച്ച് പറയാം. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ആരുടെയും പേര് നമ്മളെടുത്തത് ഇന്നയാളുടെ വീട്ടിൽ ഇന്നത് സംഭവിച്ചു എന്ന് പറയുന്നില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ ദേശം പറയുന്നില്ലല്ലോ, അദ്ദേഹത്തിൻ്റെ കുടുംബ പേര് പറയുന്നില്ലല്ലോ, ആ പറഞ്ഞ ആളിൻ്റെ പേര് പറയുന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചില വിഷയങ്ങൾ ഈ ഭൂമിയിലുണ്ട് എന്ന് നമ്മൾ അവതരിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. വ്യക്തിപരമായി ഒരാളെ തേജോധം ചെയ്യുന്ന വാർത്തകൾ പ്രസിദ്ധീകരിച്ചാൽ അത് നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ പോയി പെടും എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ എൻ്റെ മുമ്പിൽ സത്യസന്ധമായി വന്നു ചേരുന്ന പല വാർത്തകളും ഞാനങ്ങനെ പറയാറില്ല. അത് പറയുന്നത് ശരിയുമല്ല. പക്ഷേ അതിൻ്റെ ഒരു സൂചന മാത്രം ഞാൻ എടുത്തുകൊണ്ട് ഞാൻ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാറുണ്ട്. ഇന്ന് ഞാൻ പറയുന്നതിൻ്റെ ഒരു പ്രധാന കാരണം, എന്നെ വിളിച്ച ഒരു സുഹൃത്ത് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നടന്ന ഒരു കാര്യം പറഞ്ഞു. എന്തെന്നാൽ സാധാരണ ഒരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. അദ്ദേഹത്തിൻ്റെ അമ്മ സാധാരണ ഒരു കൃഷിക്കാരുടെ കുടുംബമാണ്. ഒരു ദിവസം അവിടെ ഒരു സ്വാമി വന്നു. ഒരു സ്വാമി വളരെ സാധുവായ ഒരു സ്വാമി. അദ്ദേഹം ഒരു ആശ്രമം നടത്തുന്നുണ്ട്. ആശ്രമത്തിലെ കുട്ടികൾക്ക് എന്തെങ്കിലും ധനസഹായത്തിന് വേണ്ടി ചെല്ലും, അവിടെ വല്ലപ്പോഴും ചെല്ലും. അപ്പോൾ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞത്രേ, ഇവിടെ ധനമായിട്ട് തരാനൊന്നുമില്ല, എന്നാലും താങ്കൾ വരുമ്പോൾ ഇവിടെ ഇത്തിരി കപ്പയും കഞ്ഞിയും ഒക്കെ ഉണ്ട്, അത് കുടിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ കൊടുത്ത് വിടാറുണ്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹം ആ വീടിൻ്റെ ചില കാര്യങ്ങൾ സംസാരിക്കുകയും ഇതിനെ അഭിവൃദ്ധി ഉണ്ടാകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഇദ്ദേഹം പോയതിന് ശേഷം ഒരു അമ്മിക്കല്ല് കുത്തുന്ന ഒരാൾ അവിടെ വന്നു. അമ്മിക്കല്ല് കുത്തുന്ന ഒരാൾ കല്ല് കൊത്തി. അതിസൂക്ഷ്മമായ ഒരു കല്ലാണ്. അപ്പോൾ ഈ പറഞ്ഞ അദ്ദേഹം എന്നോട് പറഞ്ഞത്, സ്വാമി, ഞാൻ ഇത്രയും പവിത്രമായിട്ട്, കാരണം അതിലേക്ക് കല്ലിലേക്ക് നോക്കിയാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രൂപമാണ് ആ കല്ലിൽ കൊത്തിയിരിക്കുന്നതായിട്ടാണ് തോന്നും. അത് കൊത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. പക്ഷേ എൻ്റെ അമ്മ അതിൽ ഉപ്പും മുളകും ഒക്കെ അരച്ച്, മീൻ ചമ്മയൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒക്കെ വെച്ച് അരച്ച് അതിനെ ഒരു ലെവലാക്കി കുടുംബത്തിന് ഒരു ക്ഷതം സംഭവിച്ചു. പക്ഷേ അമ്മ ചെയ്ത നന്മയുടെ ഫലമാണോ എന്നറിയില്ല. ആ കല്ല് മാറ്റിവെച്ചതിന് ശേഷം, ആ കല്ല് മാറ്റിവെക്കപ്പെട്ടതിന് ശേഷം കൊടുത്ത ദാനത്തിൻ്റെ ഫലം, കൊടുത്ത ദാനം എന്ന് പറഞ്ഞാൽ ഒരു ചിന്തയില്ലാതെ തന്നെ നമ്മൾ ചെയ്ത ഒരു കർമ്മത്തിൻ്റെ ഫലം, ഒരു നേട്ടങ്ങൾക്ക് വേണ്ടിയല്ലാതെ ഒരു നേരത്തെ ഭക്ഷണം തേടി വരുന്ന ഒരു ഭിക്ഷുവിന് ഭക്ഷണം കൊടുത്തപ്പോഴുണ്ടത് ഗുണം കൊണ്ട് ഈ മക്കളെല്ലാം തന്നെ നല്ല ഒരു അവസ്ഥയിലേക്ക് മാറി എന്ന് അദ്ദേഹം പറഞ്ഞു. ഞാൻ എപ്പോഴും ആലോചിക്കുന്നത്, ആ അമ്മിക്കൊല്ലുകാരൻ എന്ത് ഉദ്ദേശത്തിലാണ് ആ അമ്മിക്കല്ലിൽ ഒരു കൃഷ്ണൻ്റെ വിഗ്രഹം കൊത്തിയത്, ഒരു കൃഷ്ണൻ്റെ രൂപം കൊത്തിയതെന്ന് എനിക്കിപ്പോഴും പിടികിട്ടില്ല. ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ അങ്ങനെ ഒരു വാർത്ത കേൾക്കുന്നത്. അത് ആ കുടുംബത്തിനൊരു ദോഷം ചെയ്യുകയും പക്ഷേ ആ ദോഷത്തിൽ നിന്ന് അവർ പരിഹരിക്കപ്പെട്ട് അവർ വീണ്ടും സമ്പന്നരായി മാറുകയും ചെയ്തത് ചിലപ്പോൾ അമ്മയുടെ ഫലം കൊണ്ട്, അമ്മയുടെ മനസ്സുകൊണ്ടാവുമെന്ന് ഞാനൊരു വിലയിരുത്തൽ നടത്തുകയാണ്. കാരണം നമുക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടല്ലേ. അതൊരു ക്രിസ്ത്യൻ ഫാമിലി ആയതുകൊണ്ട് ചിലപ്പോൾ അവർക്ക് അതിൻ്റെ ഒന്നും അറിയത്തില്ല. ഈ കല്ലുകൊത്തുകാരൻ ചിത്രകാരനായതുകൊണ്ട്, ഇല്ലെങ്കിൽ അവൻ്റെ ഒരു മനസ്സിൻ്റെ വിശാലത കൊണ്ട് അവൻ ഈ ഉപ്പും മുളകും മഞ്ഞളും ഒക്കെ വെച്ച് അരയ്ക്കുന്ന ഈ കല്ലിൽ ഭഗവാൻ കൃഷ്ണനെ കൊത്തി വെച്ചതിൻ്റെ ചരിത്രം കൊണ്ട് ഒരു ക്ഷതമുണ്ടായെങ്കിൽ പോലും ആ ക്ഷതത്തിൽ നിന്ന് കരകയറി അവർ സമ്പന്നരായ ഒരു കഥ ഇന്ന് എന്നോട് പറഞ്ഞു. ഒരു വിചിത്രമായ കഥയാണ് നമ്മളല്ലേ, നമുക്ക് തോന്നും അത്. ഇപ്പോൾ പിന്നെ എല്ലാം മിക്സിയൊക്കെ ഉള്ളതുകൊണ്ട് ആർക്കും ഈ കല്ലിൻ്റെ പരിപാടിയൊന്നുമില്ല. ഞാൻ വീട്ടിലൊരു കല്ല് മേടിച്ചിട്ടുണ്ട്. ടീച്ചർ ചോദിക്കുന്നത് എന്തിനാണ്, എനിക്ക് അരയ്ക്കാനൊന്നും വയ്യാന്ന് പറയും. പക്ഷേ ഞാൻ ബിന്ദുവിനെ കൊണ്ട് ചമ്മന്തി അരച്ച് പിന്നെ കഴിക്കും. കാരണം അതിനൊരു ടേസ്റ്റ് ഉണ്ട്. നമ്മൾ ഈ മിക്സിയിലടിച്ച് ഈ തേങ്ങയെല്ലാം ഇങ്ങനെ പൊടിയായിട്ട് കിടക്കുന്നതിനേക്കാൾ നല്ലത് അരച്ചെടുക്കുമ്പോഴുണ്ടാകുന്ന, മുളകൊക്കെ വെച്ച് അരയ്ക്കുമ്പോഴുണ്ടാകുന്ന ഒരു രുചി ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ നാഗത്തിൻ്റെ കാര്യത്തിലേക്ക് പറഞ്ഞു വന്നാൽ, ഞാൻ പറയാനുള്ള മറ്റൊരു കാരണം, ഒരാളൊരു വീട് വെച്ചു. വീട് വെച്ചത് അയാൾ വിദേശത്തായിരുന്നു.
അയാൾ കുടുംബ വീട്ടിലാണ് വളരെ കാലം താമസിച്ചിരുന്നത്. കുടുംബ വീട്ടിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് ഒരു വീട് വെക്കണമെന്ന് തോന്നി. ഒരു ദൈവവിശ്വാസമൊന്നും അങ്ങനെ വലുതായിട്ടുള്ള ആളൊന്നുമല്ല. കൊണ്ടുവന്ന പുള്ളി ഒരു വീട് വെച്ചു. 3 പെൺമക്കളാണ്, ഭാര്യയുണ്ട്. ഒരു കുഴപ്പമില്ലായിരുന്ന ഫാമിലി വീട് വെച്ചു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇവിടെ ഒരു സുദർശന ഹോമവും പിന്നെ ഗണപതി ഹോമവും ഒക്കെ നടത്തണമെന്ന് ആരോ എൻ്റെ അച്ഛനോ അപ്പൂപ്പനോ ആരാണ്ട് പറഞ്ഞു. ആര് വേറെ പണിയില്ലേ, പിന്നെ ഗണപതി ഹോമം വീട് വെച്ച്. അയാളൊന്നും പറയാതെ അദ്ദേഹം ഈ വീട് അങ്ങോട്ട് വെച്ചു. വീട് വെച്ച് ഇവരെ താമസിച്ചതിന് ശേഷം അതിമനോഹരമായ വീടാണ്. ഞാൻ ആ വീട് ഞെട്ടിപ്പോയി. ആ വീടിൻ്റെ ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നപ്പോൾ. അപ്പോൾ ആദ്യം ഒരു കുഴപ്പമില്ലായിരുന്ന ഭാര്യയ്ക്ക് ദോഷങ്ങൾ വന്നു. മൂത്ത കുട്ടിക്ക് സ്കിന്നിന് അലർജി വന്നു. ഒരു കുട്ടിയുടെ മുടി കംപ്ലീറ്റ് ആയിട്ട് പൊഴിഞ്ഞു. ആ വീട് ഇദ്ദേഹത്തിൻ്റെ ദുബായിലുള്ള ബിസിനസ് തകർന്നു. ഈ ഗൃഹത്തിലെ ദോഷങ്ങൾ ഇങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അതിക്രമിച്ച് വന്നു. നമ്മളെ DNA ചാനലിൽ കണ്ട് പല പരിഹാരങ്ങളും ചെയ്യാൻ ഇദ്ദേഹം പോയില്ല, ഭാര്യ പോയി. അവസാനം ഇദ്ദേഹത്തിൻ്റെ കാലിൽ ഒരു ചെറിയൊരു പൊട്ട് വന്നു. അപ്പം ഞാൻ ചോദിച്ചു, ഈ കാല് പൊട്ടിയതിൻ്റെ 2 ദിവസം മുമ്പ് നിങ്ങളുടെ അടുക്കള ഭാഗത്തുകൂടെ ഒരു ചേര ഇങ്ങനെ പോയിരുന്നു എന്ന് ചോദിച്ചു. കണ്ടാൽ നല്ല മുഴുപ്പ് തോന്നുന്ന ഒരു ചേര പോയിരുന്നു എന്ന് പറഞ്ഞു. ഈ ചേര കടന്നു പോകുന്ന ചില സ്ഥലങ്ങൾ വളരെ വിശേഷപ്പെട്ടതാണ്. അത് ശരിക്കും അതിൻ്റെ ലക്ഷണം നോക്കിയാൽ ഒരു സ്ഥലത്തെത്തുമ്പോൾ അതിങ്ങനെ തല പൊക്കി നോക്കും. ആ തല പൊക്കി നോക്കുന്ന സ്ഥലം നമ്മൾ നോക്കി വെച്ചിരുന്നാൽ അതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടാവും. ഇതെൻ്റെ ഒരു പരീക്ഷണമാണ് എന്ന് വിചാരിച്ച് നാളെ ചേരെ അന്വേഷിച്ച് പോയിട്ട് തേരെ ചിലതൊക്കെ പോക്കിയിട്ട് അതിനെ കുഴിച്ചെടുത്തിട്ട് അവിടെ നിധിയില്ല എന്ന് വിചാരിച്ച് എന്നെ വിളിച്ച് ചീത്ത പറയരുത്. എന്തായാലും ഇത്തരം ഈ വീട് വളരെ 3 പെൺകുട്ടികൾക്കും രോഗാവസ്ഥയായി, ഭാര്യയ്ക്ക് രോഗാവസ്ഥയായി. ഇദ്ദേഹത്തിൻ്റെ കാലിനൊരു പൊട്ടൽ വന്നു. ആ മുറിവ് ഉണങ്ങാതെയായി. ഇദ്ദേഹം ആശുപത്രിയിൽ പോയപ്പോൾ പറഞ്ഞു, നിങ്ങൾക്ക് വിഷം വല്ലതും തൊട്ടിട്ടുണ്ടോ? പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒരു വിഷം തൊട്ടിട്ടില്ല. ഇത് എന്തോ വിഷം തൊട്ട പാടാണ് എന്ന് പറഞ്ഞു. എന്തായാലും ഇദ്ദേഹം കിടന്നുറങ്ങുമ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, സ്വാമി ഇനി കിടന്നുറങ്ങിയപ്പോൾ എന്തെങ്കിലും കാലിൽ കുത്തിയിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എനിക്കൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ഇത് വിഷം തൊട്ട പാടാണെന്നാണ് പറയുന്നത്. പാമ്പോ അങ്ങനെയുള്ള നാഗങ്ങളൊന്നും തന്നെ ആ വീട്ടിനിടയ്ക്ക് ഇറങ്ങി കയറാനുള്ള മൊസൈക്ക് തറയൊക്കെയാണ്, കയറാനുള്ള സാഹചര്യമില്ല. പക്ഷേ ഇതെങ്ങനെ ഉണ്ടായി എന്ന് പറഞ്ഞു. ഞാൻ ഇദ്ദേഹത്തിനോട് ചോദിച്ചു, താങ്കൾക്ക് ദൈവവിശ്വാസമില്ല എന്നുള്ളത് ശരി, വിശ്വസിക്കേണ്ട. പക്ഷേ താങ്കൾ ഈ വീട് വെച്ചത് ആരുടെ ഭൂമിയാണ്? അത് ഒരു മനക്കാരുടെ ഒരു മഠത്തിൻ്റെ ഭൂമിയായിരുന്നു. അവരെല്ലാം ഇതെല്ലാം വിറ്റിട്ട് പോയി. എന്നിട്ട് ഈ സ്ഥലം വിൽക്കുമ്പോൾ മറ്റാരെങ്കിലും ഇത് വാങ്ങിച്ചതാണോ? അതെ, 3 പേര് മാറി വാങ്ങിച്ച വസ്തുവാണ്. എന്തുകൊണ്ടാണ് ഇവരിത് വിറ്റത്? അവർ ഈ പലർക്കായിട്ട് ഇത് വിൽക്കാനുള്ളതിൻ്റെ കാരണം, അത് വാങ്ങിച്ചു കഴിഞ്ഞതിന് ശേഷം അവർക്കെല്ലാം ഓരോ അപകടങ്ങളുണ്ടായി. അതുകൊണ്ട് എനിക്ക് വില കുറച്ചാണ് ഈ വസ്തു തന്നത്. അപ്പം ഞാനിത് മേടിച്ചതാണ്. ഞാൻ പറഞ്ഞു, വളരെ ദയനീയമായിട്ടുള്ളൊരവസ്ഥയിലൂടെയാണ് താങ്കൾ കടന്നു പോകുന്നത്. ഈ ഭൂമിയിൽ താമസിക്കുകയാണെങ്കിൽ ഇത് ഇതിനെ ഒരു നാഗം മുട്ടയിടാൻ വിധി ഉണ്ടായിരുന്ന ഒരു നാഗത്തിനെ, മുട്ട വിരിച്ച് നിൽക്കുന്ന ഒരു നാഗത്തിനെ, ഇവിടെ എല്ലാം കള്ളിമുൾ ചെടികൾ ധാരാളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. കള്ളിമുൾ ചെടി, അവിടെ ഒരു പാലമരം ഉണ്ടായിരുന്നു. അത് ഞാനങ്ങ് വെട്ടിക്കളഞ്ഞു സ്വാമി. പുള്ളി വളരെ ഈസി ആയിട്ടാണ് പറയുന്നത്. ഇവിടെ പനിയും പാലയൊക്കെ ധാരാളം ഉണ്ടായിരുന്ന സ്ഥലമാണെന്ന് പറഞ്ഞു. ഞാൻ ആ വീട് അതങ്ങ് വെട്ടിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും ആ വീട്ടിൽ താമസിക്കാൻ പാടില്ല. താങ്കളുടെ ഭാര്യയ്ക്ക് നട്ടലിന് ക്ഷതമുണ്ടാകും. അതുണ്ട് സ്വാമി. കുട്ടികൾക്ക് സ്കിന്നിന് പ്രശ്നമുണ്ടാകും. അതുകൊണ്ട് സ്വാമി. മാസമുറ സംബന്ധിച്ചിട്ടുള്ള കുട്ടികൾക്ക് വിഷയങ്ങളെല്ലാം എല്ലാം ബന്ധനത്തിലാണ് സ്വാമി. അപ്പോൾ താങ്കൾ ഇപ്പോൾ ദൈവത്തിന് വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എന്തിനാണ് വിശ്വസിക്കുന്നത്? ഇത് എൻ്റെ ഏതോ കാലദോഷം കൊണ്ട് ഞാനിവിടെ ഒന്ന് വാങ്ങിച്ചതായിട്ട് മാത്രമേ വിശ്വസിക്കുന്നുള്ളൂ. ഞാൻ മനുഷ്യ, നിങ്ങൾ ആ കുട്ടികളെയും ഭാര്യയെയും കൊണ്ട് അവിടുന്ന് എത്രയും പെട്ടെന്ന് മാറുക. മാറിയില്ലെങ്കിൽ ആ കുട്ടികൾക്ക് ആയുസ്സിന് തടസ്സം ഉണ്ടാകുന്ന വിഷയങ്ങളുണ്ടാകും, രോഗദുരിതങ്ങളുണ്ടാകും, സമ്പത്ത് മുഴുവൻ നശിക്കും, നിങ്ങളുടെ ആരോഗ്യം നശിക്കും, നിങ്ങളുടെ കാലിലെ മുറി ഉണങ്ങില്ല. നിങ്ങൾക്ക് ഡയബറ്റിക് ഉണ്ടോ? പ്രമേഹമുണ്ടോ? ഇല്ല. പ്രമേഹമില്ലാത്ത ഒരാളുടെ കാല് മുറിയാതിരിക്കുകയും ആ മുറി വിസ്തൃതം പ്രാപിക്കുകയും ചെയ്യണമെങ്കിൽ എന്തോ വിഷം നിങ്ങളെ തൊട്ടിട്ടുണ്ടെന്ന കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തിനാണ് വിളിച്ചല്ല സ്വാമി ഇങ്ങനെയൊക്കെ ഇരുന്ന് പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് ആ വീട് മാറാനായിട്ടുള്ള സാഹചര്യമില്ല, എനിക്ക് മാറാനും പറ്റില്ല, എൻ്റെ ബിസിനസ്സൊക്കെ തകർന്നു. അതുകൊണ്ട് എനിക്കൊരു വാടക വീട്ടിൽ പോലും പോയി താമസിക്കാനുള്ള അവസ്ഥയില്ല എന്ന് പറയുന്നവരടുത്ത് നമ്മൾ എന്താണ് പറയുക? അദ്ദേഹത്തിൻ്റെ ഭാര്യയിൽ കൊടുക്കാൻ പറഞ്ഞു. ഭാര്യയെ സംസാരിച്ചു. അപ്പോൾ ഞാൻ ഭാര്യയോട് ചോദിച്ചു, ഈ രാത്രി ഉറക്കമുണ്ടോ? ഉറക്കമില്ല സ്വാമി. എന്താണ് തോന്നുന്നത്? പാമ്പ് ചീറ്റുന്ന ശബ്ദമാണ്. ഞാൻ ചോദിച്ചു, എവിടെയാണ്? കാതിൽ പാമ്പ് ചീറ്റുന്ന ശബ്ദമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളൊന്ന് മാറി നിൽക്കണം, ഞാൻ നിങ്ങളുടെ അടുത്ത് ഒരു രഹസ്യം ചോദിച്ചോട്ടെ. അവരങ്ങോട്ട് മാറി നിന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഈ മനുഷ്യൻ നിങ്ങൾ ഈ വീട് വെച്ചതിന് ശേഷം നാഗങ്ങളെ ഏതെങ്കിലും അവിടെ വന്നപ്പോൾ കൊന്നതായിട്ട് അറിയാമോ? അവർ 2 നിമിഷം നിശബ്ദമായിട്ട് പറഞ്ഞു, പാല് കാച്ചലിൻ്റെ തലേ ദിവസം അടുക്കളയ്ക്കകത്ത് ഒരു പാമ്പിനെ കണ്ടു. അന്ന് വിശിഷ്ടമായിട്ട് ആൾക്കാരൊക്കെ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതൊന്നും ഇദ്ദേഹം വന്നില്ല. ബന്ധുക്കളൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു.
അവിടെ അടുക്കളയിലൊരു പാമ്പ് ചുറ്റിയിരിക്കുന്നത് കണ്ടു. ഇദ്ദേഹം വന്നിട്ട് അതിനെ അതിഭീകരമായി അടിച്ചു കൊന്നു. ഒറ്റ അടിയിൽ തന്നെ അത് പണമുയർത്തി അതിനെ അതിഭീകരമായി കൊന്നു എന്ന് മാത്രമല്ല സ്വാമി, അതിനെ എടുത്ത് തീയിലിട്ടു എന്നുള്ളതാണ്. മനുഷ്യനത് പറയുന്നില്ല നമ്മളോട്. ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ പൂർവ്വജന്മത്തിലെ ദോഷം കൊണ്ട്, അദ്ദേഹത്തിന് പൂർവികമായിട്ടുള്ള ദോഷം കൊണ്ട് അന്ന് രാത്രി മുതൽ തുടങ്ങിയതാണ് സ്വാമി എൻ്റെ കുട്ടികളെയും എൻ്റെയും കാര്യം. ആ സ്ത്രീ വാതോരാതെ കരയുകയാണ്. ഞാനിത് അന്ധവിശ്വാസം പടർത്താൻ വേണ്ടി പറയില്ല. ദൈവത്തെ ഓർത്ത് നിങ്ങൾ ഈ നാഗങ്ങളുള്ള ഭൂമി, നാഗസാന്നിധ്യം ഉണ്ടായിരുന്ന ഭൂമി, സർപ്പക്കാവുള്ള ഭൂമികൾ, നാഗസാന്നിധ്യമുള്ള ഭൂമി മുഴുവൻ നാഗങ്ങളുടേതാണ്. നമ്മൾ അവിടേക്ക് ജീവിക്കുന്നതാണ്. നാഗങ്ങൾക്ക് പരിഹാരം ചെയ്യുക അല്ലാതെ സമ്പത്തുണ്ടാകില്ല, ദാമ്പത്യ സുഖമുണ്ടാകില്ല, സന്താനങ്ങൾക്ക് സുഖമുണ്ടാകില്ല എന്നുള്ളൊരു വലിയ സത്യം നമ്മൾ തിരിച്ചറിയണം. ഞാൻ ഡെയിലി എന്തുമാത്രമാണ് ദിവസേന കേൾക്കുന്നതാണ് ഈ നാഗങ്ങളുമായിട്ടുള്ളൊരു വിഷയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നാഗങ്ങളെ നശിപ്പിക്കാതിരിക്കും. അത് ഏത് മതത്തിൽപ്പെട്ടുള്ള ആൾക്കാരാണെങ്കിലും നിങ്ങൾ നാഗത്തിനെ കൊന്നു കളിക്കരുത്. ഇല്ലേ, അയാൾ ഒറ്റയടിക്കുക നാഗത്തിനെ പണം ഉയർത്തി ചീറ്റി എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ കൊല്ലാൻ വന്നതൊന്നും ആയിരിക്കില്ല, അത് ചൂട് തട്ടി തണുപ്പായിരുന്നത് കൊണ്ട്. ഇല്ലെങ്കിൽ അതെന്തെങ്കിലും ഒരാളെ കൊത്താനായിട്ട് വന്നതെന്നുള്ളത് എന്തൊക്കെ ഇയാളുടെ പൂർവ്വജന്മത്തിൻ്റെയും പൂർവികമായിട്ടുള്ളതൊക്കെ പരിശോധിച്ചാലേ അറിയാവൂ. എന്തായാലും ആ വീട് ഒരു മരണ വീട് പോലെയായി. 3 പെൺകുട്ടികൾക്കും വയ്യാതായി, ഇയാളുടെ കാലിന് മുറി ഉണങ്ങാതായി, ആ അമ്മയ്ക്ക് നട്ടലിന് ക്ഷതമായി. എന്താണ് ഒരു വീടിൻ്റെ അവസ്ഥ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. എനിക്കത് ചിന്തിച്ചിട്ട് വളരെ ദയനീയമായി. സ്വാമി എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം സ്വാമി. ഞാൻ പറഞ്ഞു ഇതിന് പരിഹാരമുണ്ടോ? ഇത് വിധിയല്ലേ? അപ്പോൾ ഞാൻ ചോദിച്ചു, സർപ്പക്കാവ് ആർക്കുണ്ടായിരുന്നു? അത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലുണ്ടായിരുന്നു സർപ്പക്കാവ്. അതെല്ലാം കമ്മ്യൂണിസത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവർക്കൊന്നും ഇത് വിശ്വാസമില്ല. അതിനെല്ലാം എടുത്ത് ഏതോ കുളത്തിലോ കാവിലോ അങ്ങോട്ട് കൊണ്ടിട്ട് അത് വേറെ എവിടെയൊക്കെ കൊണ്ടുവച്ച് അതൊക്കെ വലിയ പിന്നെ ആമയുടെയിൽ നിന്നോ പിന്നെ മണ്ണാറശാലയിൽ നിന്നോ ആരാണ്ട് വന്ന് അതെല്ലാം ആവാഹിച്ച് എല്ലായിടത്തും കൊണ്ടുപോയി. അതുകൊണ്ട് പിന്നെ അതുമായിട്ടൊരു ബന്ധമില്ല. ആ സർപ്പക്കാവിൽ നിന്ന സ്ഥലത്ത് ഇദ്ദേഹത്തിന് അനിയൻ കയറി വീട് വെച്ചു, അവിടെ ബാത്റൂം കെട്ടി, അയാളുടെ ഒരു അപകടത്തിൽ മരിച്ചു. ഞാൻ ചോദിച്ചു, അയാളുണ്ടോ? ഇല്ല, ഒരു അപകടത്തിൽ മരിച്ചു, ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചുപോയി. അപ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ സംഭവിക്കുന്നു. നമ്മളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും നാഗങ്ങളുമായിട്ടുള്ള ബന്ധപ്പെടുന്ന നാഗങ്ങളുമായിട്ടുള്ള വിഷയങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ഇതുപോലുള്ള ദൈവികമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്, അതിനെ നമ്മൾ തള്ളിക്കളയാതിരിക്കണം. വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വളരെ വളരെ മനപ്രയാസപ്പെടാവുന്ന വിധത്തിലുള്ള ജീവിതം എന്ന് പറയുമ്പോൾ സന്തോഷമായിട്ട് ജീവിക്കേണ്ടതല്ലേ? ആ സന്തോഷമായിട്ട് ജീവിക്കേണ്ട നമ്മൾക്ക് ദുഃഖങ്ങളും നമ്മളായിട്ടുണ്ടാക്കി വയ്ക്കുന്ന ദുഃഖങ്ങളും ആ അടിച്ചു കൊന്ന നാഗത്തിനെ ചീറ്റിയത് എത്ര ജന്മം അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടി വരും. ഇനിയിപ്പോൾ എത്ര ജന്മം അനുഭവിക്കേണ്ടി വരും അതിൻ്റെ ഫലം? ഈ കുട്ടികളുടെ കല്യാണം, സന്താനങ്ങൾ, അംഗവൈകല്യമുള്ള കുട്ടികൾ, ഇല്ലെങ്കിൽ രോഗദുരിതങ്ങളായ കുട്ടികൾ, ഉത്തമമായ ദാമ്പത്യം ഇല്ലാതിരിക്കുക, ഇതൊക്കെ ഈ നാഗങ്ങളെ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ. ഇതിപ്പം ഉണ്ടെന്ന് ഇല്ലെന്ന് പറഞ്ഞാലും ഇതിനകത്തൊരു സത്യമുണ്ട് എന്ന് അന്ധകാരത്തിലൂടെ പോകുമ്പോൾ നമുക്കൊരു ഇതിനകത്തൊരു സത്യം, ഒരു പ്രകാശമുണ്ടെന്നുള്ളൊരു കാര്യം. ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന പല കാര്യങ്ങൾക്കും പിന്നെ വ്യക്തമായ ഉത്തരം മാത്രമല്ല, നമുക്ക് ഇതാണ് ശരി, ഇങ്ങനൊരു കാര്യമുണ്ട്, നിങ്ങളിത് വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അത് ചെയ്യരുത്, നിങ്ങൾക്ക് ദോഷമുണ്ടാകും എന്ന് പറഞ്ഞാൽ പോലും അത് വിശ്വസിക്കാത്ത, അത് പോട്ടെ സ്വാമി വേറെ എന്തുണ്ട്, വേറെ എന്തെങ്കിലും പരിഹാരമുണ്ടോ എന്ന് ചോദിക്കുന്നവരോട് നമ്മൾ എന്താണ് പറയേണ്ടത്? അതുകൊണ്ട് ഇത് നാഗത്തിനെ തൊട്ടുള്ള കളി. ഒരു ചെറുപ്പക്കാരൻ കഴുത്തിൻ്റെ പുറകിൽ നാഗത്തിനെ പച്ച കുത്തി, നഖമുയർത്തിയ ആരെങ്കിലും ചെയ്യുന്ന കാര്യമാണോ? ഒന്നാമത് ഈ പച്ച കുത്തുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ 7,000 കോടി നാഗങ്ങളും 72,000 നാഡീഞരമ്പുകളും സ്ഥിതി ചെയ്യുന്ന മനുഷ്യ ശരീരത്തിലെ ഇത് പച്ച കുത്തുമ്പോൾ തന്നെ ഈ കുത്തുന്ന സ്ഥലത്തെ സകല നാഗങ്ങളും ഇല്ലാതായിപ്പോവും. ഈ കഴുത്തിൻ്റെ ഈ ഭാഗത്തൊരു പണമുയർത്തിയ നാഗത്തിനെ കൊത്തിവെച്ചു. അത് സിനിമയിലൊക്കെ ആണെങ്കിൽ ഒരു അച്ചിങ്ങനെ അടിക്കത്തേ ഉള്ളൂ, അത് കുളിച്ചാൽ മാഞ്ഞു പോകും. ഇത് കുത്തിയെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കണം, ഇത് കുത്തിയെടുത്താലുണ്ടാകുന്ന വിഷയങ്ങൾ. അവിടുത്തെ ആ സ്ഥലത്തെ അത്രയും ഭാഗത്തെ നാഗം ചത്തുപോയി, നാഗങ്ങൾ ഇല്ലാതായിപ്പോയി. ഈ പണമുയർത്തിയ നാഗം കാണാനൊക്കെ ആൾക്കാർക്ക് നല്ല മസിലൊക്കെ ഉള്ളതുകൊണ്ട് ഈ പയ്യന് വലിയ രസമായിരുന്നു. അങ്ങനെ പണമുയർത്തി നിൽക്കുന്ന ഒരു നാഗത്തിൻ്റെ പടമായിരുന്നു. അയാൾ ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്ന ദുരന്തമാണ്. നല്ല യൗവനാവസ്ഥയിൽ ഇതിട്ട് 90 ദിവസം, ഞാൻ നിങ്ങളിത് കൊത്തി 90 ദിവസം എന്താ സംഭവിച്ചത്? അതൊരു ബൈക്കപ്പടം ഉണ്ടായി. അപ്പം നിങ്ങളുടെ പല്ലെല്ലാം വെച്ചതാണല്ലേ? അത് എല്ലാ പല്ലും വെച്ചു. കാലിൽ കമ്പി ഇട്ടിട്ടുണ്ടോ? ഉണ്ട്. എന്താണ് ഇപ്പോൾ കാണുന്ന സ്വപ്നം? സ്ഥിരമായിട്ട് കണ്ണടയ്ക്കാൻ പറ്റില്ല. നാഗം ഇങ്ങനെ ചുറ്റി ഒരു നാഗത്തിൻ്റെ, ഒരു പെരുമ്പാമ്പിൻ്റെ വായ്ക്കുള്ളിലേക്ക് ഇദ്ദേഹം ഇരിക്കുന്നതാണ് കാണുന്നത്. അത് എല്ലാ ആയില്യത്തിനും കാണും. വല്ല കാര്യമുണ്ടോ? മനുഷ്യനായിട്ട് നല്ലൊരു ശരീരം ഭഗവാൻ കൊടുത്തു, ആ ശരീരത്തിൽ പച്ച കുത്തി നാഗത്തിൻ്റെ പണമുയർത്തി. ഇതൊക്കെ എൻ്റെ മുമ്പിൽ വരുന്ന ഓരോരോ സംഭവങ്ങളാണ്.
വല്ല കാര്യമുണ്ടോ? ആൾക്കാർ 8ൻ്റെ പണി 8 കുത്തുക, 8 കുത്തിയാൽ എന്താണ്? 8ൻ്റെ പണി കിട്ടും, അല്ലാതെ വേറെ എന്താണ്? ശരീരത്തിൽ ഈ മനുഷ്യൻ ദൈവമായിട്ട് തരുന്ന, പവിത്രമായി തരുന്ന, നല്ല അച്ഛനമ്മമാരെ ആരോഗ്യത്തോടുകൂടി സൃഷ്ടിക്കുന്ന നല്ല ശരീരം, ആ ദൈവഹിതം കൊണ്ടുണ്ടാകുന്നതിന് ഇത്തരത്തിലുള്ള കാര്യങ്ങളെ ചെയ്ത് നശിപ്പിച്ച് കളഞ്ഞാൽ ഉണ്ടാകുന്ന ദോഷങ്ങൾ നമ്മൾ അനുഭവിക്കാനേ പറ്റൂ. സംഭവിച്ച് കഴിഞ്ഞിട്ട് പിന്നെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അത് സംഭവിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് നാഗങ്ങളെ തൊട്ട് കളിക്കരുത്. ഇനി നാഗദുരിതം ഭയങ്കരമായിട്ടുണ്ടെങ്കിൽ ഞാൻ ജൂലൈ 16-ാം തീയതി നമ്മുടെ കാന്തല്ലൂർ ആശ്രമത്തിൽ ഇതിനെല്ലാം ഉള്ള ഒരു ശക്തമായ നാഗപൂജ ചെയ്യുന്നുണ്ട്. അതിനെ അവിടെ വിളിച്ചിട്ട് എന്നെ വിളിച്ചാൽ ഞാനത് പറഞ്ഞു തരാം. അവിടെ 15-ാം തീയതി വന്നാൽ 16-ാം തീയതി പരിഹാര പൂജകൾ ചെയ്ത് കഴിഞ്ഞ് അറ്റൻഡ് ചെയ്തിട്ട് പോകാം. പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല, വന്ന് അതിനകത്ത് അറ്റൻഡ് ചെയ്യണം. അതാണ് വേണ്ടത്. കളമെഴുത്ത് പാട്ടിൻ്റെ ആൾക്കാരെ കൂടെ നോക്കുന്നുണ്ട്. കിട്ടിയാൽ അതവിടെ ഈ കുന്നിൻ്റെ മുകളിൽ ആര് വരും എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാനൊരു പ്രത്യേക ശാന്തി പൂജയാണ്. വരുന്നവർക്കെല്ലാം അതിൽ പങ്കെടുക്കാം. കാന്തല്ലൂരാണ്, ഇത്രയും ദൂരമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ ബസ്സുണ്ട്. കാന്തല്ലൂർ ബസ് അവിടെ നിന്നൊക്കെ ഉണ്ട്, എറണാകുളത്തു നിന്നുണ്ട്, ആലുവയിൽ നിന്നുണ്ട്, എല്ലായിടത്തു നിന്നുണ്ട്. അവിടെ വന്ന് 15-ാം തീയതി രാത്രി വന്നാൽ അവിടെ എങ്ങനെ തങ്ങിയിട്ട് ഈ പൂജയിൽ പങ്കെടുത്ത് പോകാം. പ്രത്യേകിച്ചാണ് ചിലവൊന്നുമില്ല. ഞാനത് ശക്തമായിട്ട് അവിടെ ചെയ്യാനായിട്ടുള്ളൊരു ശ്രമമാണത്. കാരണം നാഗങ്ങളെ അനുകൂലമാക്കിയില്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നാഗങ്ങളെ ദോഷമായിട്ട് കാണാതിരിക്കുക. നല്ല നാഗമന്ത്രങ്ങൾ, നല്ല ഓം വിനായകനയെ വിശ്വനാഗേശ്വരിക്ലിം നാഗ യക്ഷിയ യക്ഷിണി സ്വാഹ നമഃ എന്നുള്ള മന്ത്രം 8 തവണയും അനന്തം വാസിയും ശേഷൻ പത്മനാഭൻ നഞ്ചൻ കമ്പലൻ ശംഖുപാലൻ ധൃതാക്ഷൻ തക്ഷയൻ കാളിയം തഥാ ഏതാനി നമ നാമാനി നാഗനജമനാത്മനാം സായങ്കാലേ പഠേ നിത്യം പ്രാതേകാലേ വിശേഷത തസ്യ വിഷഭയാം നാസി സർവത്ര വിജയി എന്നുള്ള നാഗമന്ത്രം നെറ്റിലേക്ക് കിട്ടും. നെറ്റിൽ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അവർ ഏതെങ്കിലും മൂലമന്ത്രം എടുത്ത് കളഞ്ഞിട്ടായിരിക്കും പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ച് ചോദിച്ചാൽ ഞാൻ അതൊരിക്കൽ കേട്ടിട്ട് അതെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു തരാം. അപ്പം ആ നാഗത്തിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ, കർമ്മങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ശ്രദ്ധിക്കുന്ന വളരെ നല്ലതായിരിക്കും. ഇന്നത്തെ നക്ഷത്രം ചോതി നക്ഷത്രമാണ്. ചോതി നക്ഷത്രക്കാർക്ക് നല്ല സമയമാണ്, വളരെ നല്ല സമയമാണ്. പെട്ടെന്ന് കോപം വരും. അപ്പോൾ കോപാകുലമായ ശരീരം, പണമുയർത്തിയ നാഗമാണ്. കോപം വരുമ്പോൾ എന്ത് ചെയ്യും? കോശങ്ങൾ നശിക്കും, സന്താനങ്ങളോട് വിരക്തി വരും. ഈ 30 ദിവസത്തേക്ക് വരാൻ പോകുന്നത് ചോതി നക്ഷത്രക്കാർക്ക് വാഹനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള അപകടങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ പോലും വാഹനങ്ങളെ കൊണ്ട് നഷ്ടമുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വാഹനങ്ങൾ, നമ്മൾ ചോദ്യ നക്ഷത്രക്കാർ വാഹനം ഓടിക്കുകയാണെങ്കിൽ നമ്മൾ ആരെങ്കിലും കൊണ്ട് തട്ടാനോ നമ്മളിൽ വന്ന് നഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. സാമ്പത്തികമായ അവസ്ഥ, സാമ്പത്തികം അശ്രദ്ധമായി കൈകാര്യം ചെയ്യരുത്, നഷ്ടം വരും. സ്വർണ്ണകാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചോദ്യ നക്ഷത്രത്തിലുള്ള പെൺകുട്ടികൾ ശിവൻ്റെ ആരാധന നടത്തുന്നതും ഭദ്രകാളി ക്ഷേത്രത്തിൽ പോകുന്നതും വളരെ നല്ലതായിരിക്കും. തലമുടി പൊഴിയുന്ന കുട്ടികളുണ്ടെങ്കിൽ നല്ല ആയുർവേദ ചികിത്സ ചെയ്യേണ്ടി വരും. തലയ്ക്ക് പെരുപ്പുണ്ടാവുക, തലയ്ക്ക് പെട്ടെന്ന് സംഘർഷങ്ങൾ കയറുക, പെട്ടെന്ന് ദോഷം ഉണ്ടാകുക, പല്ലിന് ദോഷം ഉണ്ടാകുക, ഇത്തരം കാര്യങ്ങൾ ചോദ്യ നക്ഷത്രക്കാർക്കുണ്ടാകും. ചോദിക്ക് ഗ്രഹനില പ്രകാരം അനുകൂലമായ കാര്യങ്ങളാണെങ്കിലും പൂർവ്വജന്മത്തിലെ ദോഷങ്ങൾ സഞ്ചരിക്കുന്ന സമയമാണ്. മാതാപിതാക്കളുമായിട്ട് എന്തെങ്കിലും വസ്തു ഇടപാടുകൾക്ക് പിണക്കമുണ്ടെങ്കിൽ പോയി സാഷ്ടാംഗ പ്രണാമം ചെയ്ത് എന്തെങ്കിലും ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങ് ക്ഷമിച്ചേക്കാൻ പറഞ്ഞേക്കണം. മാതാപിതാക്കളെ ചീത്ത പറയും, ഒരു പ്രാവശ്യമെങ്കിലും മോശം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദേഷ്യപ്പിച്ചിട്ടുണ്ടെങ്കിൽ, ദേഷ്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യങ്ങൾ പോയിട്ട് അമ്മയ്ക്ക് മുണ്ടോ, അമ്മയ്ക്കോ അച്ഛനും ഒക്കെ മുണ്ടോ ഷർട്ടോ ഒക്കെ വാങ്ങിച്ചു കൊടുത്ത്, എന്തെങ്കിലും ഭക്ഷണമൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, മധുരം വാങ്ങിച്ചു കൊടുത്ത്, ഡയബറ്റിക് ഉണ്ടെങ്കിൽ കൊടുത്തളയരുത്, എന്താ ഇഷ്ടം അതൊക്കെ മേടിച്ചു കൊടുത്ത് മാതാവിൻ്റെയും പിതാവിൻ്റെയും പ്രീതി ഉണ്ടായാൽ ഈ 30 ദിവസം ഉത്തമമായ നല്ല ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നാഗക്ഷേത്രത്തിൽ നാഗങ്ങൾക്ക് വഴിപാടായിട്ട് കൊടുക്കണം. നിങ്ങളിപ്പോൾ ആറ്റുകാലോ തിരുവനന്തപുരത്തല്ല എവിടെ ഏത് ക്ഷേത്രത്തിൽ പോയാലും അവിടെ പുള്ളുവൻ പാട്ടുണ്ടെങ്കിൽ ആ പുള്ളുവൻ പാട്ട് പാടി നാഗത്തിന് ശാന്തി വരുത്തണം. അങ്ങനെ രോഗങ്ങൾ, അപ്രതീക്ഷിതമായ രോഗങ്ങൾ വരാനും ബ്ലഡിൽ ചില രോഗങ്ങളൊക്കെ വരാനുള്ള, അലർജിയൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. നാഗപ്പാട്ട് പാടി നാഗത്തിന് അനുകൂലമാക്കിയാൽ ചോദ്യ നക്ഷത്രക്കാർക്ക് നമ്മൾ 30 ദിവസം സുഗമമായി കടന്നു പോകാം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.